ഈ ആധുനിക കാലഘട്ടത്തിൽ TV സിനിമ നിർമ്മാണ രംഗത്ത് ഗ്രാഫിക്സിൻ്റെയും സ്പെഷ്യൽ ഇഫക്ട്സുകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിവുള്ളതാണ്. ഇവ കൂടാതെ ഇന്ന് ഒരു സിനിമ നിർമ്മാണം അസാധ്യമാണെന്ന് തന്നെ പറയാം. മികവാർന്ന ദൃശ്യാനുഭവം പ്രേക്ഷകനിലേക്ക് പകർന്നു നൽകാൻ ഇന്ന് ഇത്തരം സാങ്കേതിക വിദ്യകൾ അത്യാവശ്യം തന്നെയാണ്. ഹായ്, നമസ്കാരം. ഏവർക്കും ജോലി ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ടെക്നോളജി ബേസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ChatGPT പറ്റി നാം സംസാരിച്ചിരുന്നു. അതേവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ക്രിയേഷൻ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ച ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് വിശ്വസിച്ചേ തീരൂ. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ പ്രതിഫലം, സെറ്റ് ഇടാനുള്ള കോസ്റ്റ്, ലൈറ്റ് ബോയ് മുതൽ ടെക്നീഷ്യന്മാർ വരെയുള്ള വിദഗ്ധരുടെ ഭക്ഷണം, മറ്റ് ചെലവുകൾ എല്ലാം കൂടിയാകുമ്പോൾ ഒരു ചിത്രം പൂർത്തീകരിക്കുന്നതിന് കോടികൾ ഇന്ന് ഒരു നിർമ്മാതാവിന് മുടക്കേണ്ടി വരുന്നു. ഇനി വിദേശ രാജ്യത്താണ് ചിത്രീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ ചെലവുകൾ വേറെയും. ഈ ചെലവുകളെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാവുന്ന ഒരു നൂതന ടെക്നോളജിയുമായിട്ടാണ് സൊറ എന്ന ആപ്ലിക്കേഷന്റെ വരവ്. ആകാശം എന്നർത്ഥമുള്ള ജപ്പാനീസ് പദമാണ് സൊറ. കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ച ChatGPTയുടെ ഉപജ്ഞാതാക്കളായ OpenAI തന്നെയാണ് സൊറയ്ക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മനുഷ്യരാശിക്കും പ്രയോജനപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ChatGPT പോലെ നമ്മൾ നൽകുന്ന ടെക്സ്റ്റ് നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സൊറ വീഡിയോ നിർമ്മിക്കുന്നത്. 2024 ഫെബ്രുവരി 15 OpenAI സൊറയിലൂടെ നിർമ്മിച്ച ഹൈ ഡെഫിനിഷൻ വീഡിയോ ക്ലിപ്പുകൾ കണ്ട് ലോകം അന്തം വിട്ടു. സൊറയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ നിർമ്മാണത്തിനായി നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സൊറ ലളിതമായ ഒരു രൂപത്തിലേക്ക് കംപ്രസ് ചെയ്യപ്പെടുന്നു. വലിയ ഒരു പുസ്തകത്തെ ചെറിയ പോയിന്റുകളിലേക്ക് സംഗ്രഹിക്കുന്നതിന് തുല്യമാണിത്. ചിത്രങ്ങളുടെയോ വീഡിയോകളുടെയോ വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഈ കോഡുകൾ ഉപയോഗിക്കുന്നു. ഇതിന് നിലവിൽ 1 മിനിറ്റ് വരെയുള്ള വീഡിയോ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കൂ. ഇവിടെ ഊഷ്മളമായ തിളങ്ങുന്ന നിയോൺ ലൈറ്റുകളും ആനിമേറ്റഡ് സിറ്റി സൈനേജുകളും നിറഞ്ഞ ടോക്കിയോ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ഈ സ്റ്റൈലിഷ് ലേഡിയെ കണ്ടാൽ ഇതൊരു കമ്പ്യൂട്ടർ നിർമ്മിതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വീഡിയോ ക്ലിപ്പുകൾ OpenAI പുറത്തിറക്കിയിട്ടുണ്ട്. OpenAI വികസിപ്പിച്ച സൊറ ഹോളിവുഡ് ക്രിയേറ്റിവിറ്റികളുടെ ഇടയിൽ തീവ്രമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു. OpenAIയുടെ CEO സാം ആൾട്ട്മാൻ സൊറയെ പ്രമുഖ ഫിലിം സ്റ്റുഡിയോകളിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ സിനിമാ വ്യവസായം ഈ തകർപ്പൻ സാങ്കേതിക വിദ്യയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പരമ്പരാഗത രീതികൾ പാലിക്കുന്നതിന് പേരുകേട്ട സിനിമാ വ്യവസായം ഇപ്പോൾ സൊറയെപ്പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ വരവോടെ ഒരു വഴിത്തിരിവ് നേരിടുന്നു. സൊറയുടെ വരവ് വിഷ്വൽ എഫക്റ്റ് സ്പെഷ്യലിസ്റ്റുകൾ മുതൽ തിരക്കഥാകൃത്തുക്കൾക്കും അഭിനേതാക്കൾക്കുമുള്ള വിവിധ ജോലികളെ തടസ്സപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഹോളിവുഡിലെ നിരവധി സംഘടനകൾ സൊറയുടെ വരവിനെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രവർത്തകർ ആശങ്കയിലുമാണ്. സൊറയെ ഒരു വെല്ലുവിളി എന്നതിലുപരി ഒരു അവസരമായി കാണുന്നവരുമുണ്ട്. ആഗോള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് സൊറ അവസരങ്ങൾ നൽകുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. സിനിമയിലെ കഥ പറച്ചിലിൻ്റെയും കലാപരമായ ആവിഷ്കാരത്തിൻ്റെയും സത്ത നിലനിർത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള വഴികൾ അത് കണ്ടെത്തണം. നമ്മൾ എഴുതി നൽകുന്ന ടെക്സ്റ്റ് ഇൻപുട്ടിനെ അടിസ്ഥാനമാക്കിയാണ് സൊറ വീഡിയോകൾ നിർമ്മിക്കുന്നത്. ഇതൊരു സ്ക്രിപ്റ്റോ വാചകമോ നിർദ്ദേശങ്ങളോ ആകാം. പ്രതീകങ്ങൾ, ക്രമീകരണങ്ങൾ, പ്രവർത്തനങ്ങൾ, വികാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ വീഡിയോ എന്തെല്ലാം ചിത്രീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇൻപുട്ട് ടെക്സ്റ്റിലൂടെ നാം നൽകുന്നു. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അഥവാ NLP ടെക്നിക്കുകൾ ഉപയോഗിച്ച്
സൊറ ഇൻപുട്ട് ടെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി സൊറ വീഡിയോയ്ക്കായി ഒരു സ്റ്റോറി ബോർഡ് നിർമ്മിക്കുന്നു. ഇത് ദൃശ്യങ്ങളുടെ ക്രമം, ക്യാമറ ആംഗിളുകൾ, കഥാപാത്രങ്ങളുടെ ചലനങ്ങൾ എന്നിവ നിർണ്ണയിക്കുന്നു. ഓരോ സീനും ലൊക്കേഷൻ, ലൈറ്റിംഗ്, ക്യാരക്ടർ, എക്സ്പ്രഷനുകൾ തുടങ്ങിയവ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ജീവനുള്ള പ്രതീകങ്ങൾ, പശ്ചാത്തലങ്ങൾ, വസ്തുക്കൾ, ആനിമേഷനുകൾ എന്നിവ സൃഷ്ടിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കഥാപാത്രങ്ങളിലും വസ്തുക്കളിലും ചലനം സൃഷ്ടിച്ച് സൊറ രംഗങ്ങളെ ആനിമേറ്റ് ചെയ്യുന്നു. ഇത് റിയലിസ്റ്റിക് ഫിസിക്സ്, ലൈറ്റിംഗ്, ഷാഡോകൾ എന്നിവ കണക്കാക്കുന്നു. വീഡിയോ ഫ്രെയിമുകൾ റെൻഡർ ചെയ്ത് തടസ്സമില്ലാത്ത ആനിമേഷൻ സീക്വൻസ് സൃഷ്ടിക്കുന്നു. അവസാനം സൊറ റെൻഡർ ചെയ്ത ഫ്രെയിമുകൾ ഒരു വീഡിയോ ഫോമാറ്റിലേക്ക് സമാഹരിക്കുന്നു. യഥാർത്ഥ ഇൻപുട്ട് വാചകവുമായി പൊരുത്തപ്പെടുന്ന ചലനാത്മകവും ദൃശ്യപരമായി ആകർഷകവുമായ വീഡിയോയുമാണ് ഇതിലൂടെ നിർമ്മിക്കുന്നത്. ടെക്സ്റ്റിനെ ആകർഷകമായ വീഡിയോ ആക്കി മാറ്റാനുള്ള ഇതിൻ്റെ കഴിവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥിത ഉള്ളടക്ക സൃഷ്ടിയിലെ ഗണ്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ ചില പരിമിതികളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സങ്കീർണമായ ശാരീരിക ഇടപെടലുകളെ കൃത്യമായി അനുകരിക്കുന്നതിൽ ഇത് വിജയിക്കുമോ എന്ന് സംശയമുണ്ട്. നമ്മുടെ സൂപ്പർ ഹീറോകളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവവ്യത്യാസങ്ങളും വികാരങ്ങളും സൃഷ്ടിക്കുന്നതിൽ സൊറ എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. സുരക്ഷാ നടപടികൾ നിലവിലുണ്ടെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഹാനികരമോ ആയ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഇത്തരം സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം ആശങ്കാജനകമാണ്. ദുരുദ്ദേശത്തോടെ സൊറയെ ഉപയോഗിക്കാതിരിക്കാൻ ഉപയോക്താവ് നൽകുന്ന ഇൻപുട്ട് അനലൈസ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ഓപ്പൺ എഐക്കുണ്ട്. ആക്രമണകരമായ വിഷയങ്ങൾ, ലൈംഗിക ഉള്ളടക്കം, വെറുപ്പുളവാക്കുന്ന ഇമേജുകൾ, സെലിബ്രിറ്റി സാദൃശ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് സൊറ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന പ്രോംപ്റ്റിനെ അടിസ്ഥാനമാക്കി സൊറ നിർമ്മിക്കുന്ന കുറച്ച് വീഡിയോകൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ചുരുക്കത്തിൽ, ശ്രദ്ധേയമായ വീഡിയോകൾ നിർമ്മിക്കാൻ സൊറയെ ഉപയോഗിക്കുന്നതിലൂടെ സിനിമാ രംഗത്തെ ചിത്രീകരണത്തിനുള്ള ഭാരിച്ച ചെലവ് കുറയ്ക്കുന്നതിന് ഇത് നിർമ്മാതാക്കളെ സഹായിക്കും. സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമായുള്ള സിനിമാ നിർമ്മാണ രംഗത്ത് കൂടുതൽ ആവേശകരമായ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പൺ എഐ വികസിപ്പിച്ച സൊറ വെറുമൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ മാത്രമല്ല, അത് ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു. സാങ്കേതികമായും ധാർമ്മികമായും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇതിനോടകം കുതിച്ചുയരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപണിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ഇതിന് കഴിയും. എങ്കിലും മനുഷ്യന്റെ ചിന്തയെയും സർഗാത്മകതയെയും പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല. ഉള്ളടക്ക സൃഷ്ടിയിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള ഇതിന്റെ സാധ്യത നിഷേധിക്കാനാവില്ല. വീഡിയോ നിർമ്മാണത്തിൽ അഭൂതപൂർവമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഭാവനയും വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങും തമ്മിലുള്ള അതിർവരമ്പുകൾ അനായാസമായി കടന്നുപോകുന്ന ഒരു ഭാവിയെ ഈ സാങ്കേതിക വിദ്യ വിളിക്കുന്നു. സർഗാത്മകതയുടെയും സാങ്കേതിക വിദ്യയുടെയും യോജിപ്പ് നിലനിൽക്കുന്ന ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. നിലവിൽ സൊറ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. ഇതിൻ്റെ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികൾക്കോ മാത്രമാണ് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. എങ്കിലും ഇതിൻ്റെ പരിശോധനകളും പരീക്ഷണങ്ങളും പൂർത്തിയായാൽ ChatGPT പോലെ ഒടുവിൽ എല്ലാവർക്കും ഉപയോഗിക്കാനാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സൊറയുടെ പ്രധാന പ്രവർത്തനം സിനിമാ നിർമ്മാണമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളുടെ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാം. ശ്രദ്ധേയമായ വീഡിയോ പരസ്യങ്ങൾ നിർമ്മിക്കാം. നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആകർഷകമായ വീഡിയോ ക്ലിപ്പുകൾ നിർമ്മിക്കാം. സ്വപ്നതുല്യമായ പ്രകൃതി ദൃശ്യങ്ങൾ, അതിശയകരമായ ജീവികൾ അല്ലെങ്കിൽ മനസ്സിനെ കുലുക്കുന്ന ദൃശ്യങ്ങൾ എന്നിവ പ്രോംപ്റ്റിലൂടെ വിവരിക്കുക. സൊറ അത് നിർമ്മിച്ചു നൽകുന്നു. കൂടാതെ ചരിത്ര സംഭവങ്ങൾ, ശാസ്ത്ര ആശയങ്ങൾ അല്ലെങ്കിൽ ഗണിത തത്വങ്ങൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ വീഡിയോകൾ സൃഷ്ടിക്കാം. ഒരു പ്രത്യേക മാനസികാവസ്ഥ വിവരിച്ചാൽ അതിനാനുപാതികമായ വീഡിയോകൾ നിർമ്മിക്കാൻ ഇതിന് കഴിയും. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഒരുപക്ഷെ അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടേക്കാം. ടെക്നീഷ്യന്മാർക്കും അതുപോലെ തന്നെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ അവസരങ്ങൾ നിഷേധിക്കാൻ ഇത് കാരണമാകും എന്നൊരു ഭയപ്പാട് ഇല്ലാതെയില്ല. എങ്കിലും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ നേടിത്തരാൻ ഇത്തരം ടെക്നിക്കുകൾ, ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായങ്ങൾ ഭാവിയിൽ കൂടിയേ തീരൂ
നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇത് സഹായകമായേക്കാം. എങ്കിലും സിനിമാ രംഗത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഹീറോകളും മറ്റ് അഭിനേതാക്കളുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാകുന്നു. അവരിൽ നിന്നും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നിറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിർമ്മിച്ച കഥാപാത്രങ്ങൾ ഈ വെള്ളിത്തിരയിൽ അടക്കി വാഴുന്ന ഒരു കാലം വിദൂരമല്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.